When the world sleeps, India will awake to life and freedom. कि तेरा नाम है साचा, मन मेरी आने पाचा, बस नाम तेरा माँ हो। एक पहचान मेरी तू ही, जिंद जान मेरी तू ही, जहान मेरा माँ हो। तुझ पे वार ना 100 वारी जान मैं, तुझ पे वार ना 100 वारी जान मैं, तेरे कुर्बान मेरी माँ। वंदे मातरम, वंदे मातरम, वंदे मातरम, वंदे। with the blowing winds from the four corners of heaven, with the words of liberty and freedom, with a strong determination to bring about a positive change. We stand here to celebrate 75th Independence Day of our country. On behalf of entire school, I welcome you all to the 75th anniversary of our country. My love for my nation is worthless. My love for my people is endless. With a true national spirit of courage, integrity, sacrifice, liberty, and independence, I wish you a happy Independence Day. Let's result in happiness and celebration, saluting the member of those who made us free and sing praise in their administration. Let's make them our inspiration. Little pools of water tend to become stagnant and useless. But if they join together to form a big lake, the atmosphere is cooled and there is universal benefit. India is a country in which every great religion finds a home. Now, I would like to invite dignitaries to commemorate the flag hosting event.
big and act big. I invite ma'am to express her thoughts on this special day. കൂവപ്പടി സെയിൻറ് ആൻസ് പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പൽ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, മറ്റ് അഭ്യുദയകാംക്ഷികൾ എല്ലാവർക്കും നമസ്കാരം. സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാ ആശംസകളും. ഞാൻ അനുപമ, വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ. നമ്മളെല്ലാവരും ഇന്ന് രാജ്യത്തിൻ്റെ 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രബോധത്തിനിടയിലും നമുക്ക് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് നമ്മൾ കടന്നു പോകുന്ന കോവിഡിൻ്റെ സാഹചര്യമാണെങ്കിൽ അതിനു മുമ്പും സാമൂഹികവും സാമ്പത്തികവുമായ മറ്റു പ്രശ്നങ്ങളും നമ്മുടെ രാജ്യം നേരിട്ടിരുന്നു. ഈ പ്രശ്നങ്ങളെപ്പറ്റി ക്രിയാത്മകമായി ചർച്ച ചെയ്തുകൊണ്ടും ഈ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളിലേക്ക് കുറച്ചെങ്കിലും പങ്കാളികളായി മാറുന്നതിലൂടെ മാത്രമാണ് നമ്മുടെ രാഷ്ട്രബോധം സമ്പൂർണ്ണമാകുന്നത്. നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ആഘോഷങ്ങളിലേക്ക് ചുരുക്കുന്ന സമയത്ത് നഷ്ടമുണ്ടാകുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെയാണ്. ഈ ഒരു പ്രശ്നം മാറണമെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് വളരെ വലിയ എഫേർട്ടാണ്. അതിന് എനിക്ക് സാധിക്കുമോ എന്നൊരു ചിന്ത എല്ലാവരുടെയും ഉള്ളിലുണ്ടാകാറുണ്ട്. ഈ ഒരു സമയത്ത് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിൻ്റെ നേട്ടമെന്ന് പറയുന്നത് ആ രാജ്യത്തിലെ മുഴുവൻ വ്യക്തികളും ചേർന്നുണ്ടാക്കുന്ന നേട്ടമാണ്. ആ ഒരു നേട്ടത്തിലേക്ക് കാൽ വയ്ക്കുന്നതിലൂടെ, ഉത്തരവാദികളാകുന്നതിലൂടെ, ആ ഒരു നേട്ടത്തിൻ്റെ ഭാഗമാകുന്നതിലൂടെ നമ്മളെല്ലാവരും വളരെ വലിയൊരു കർത്തവ്യമാണ് നിർവഹിക്കുന്നത്. നമുക്ക് സ്വയം നല്ലൊരു വ്യക്തിയാകുന്നതിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള മറ്റുള്ളവർക്ക് കൈത്താങ്ങാകുന്നതിലൂടെ, അതല്ലെങ്കിൽ രാഷ്ട്ര നിർമ്മാണത്തിൽ നേരിട്ട് തന്നെ പങ്കാളികളാകുന്നതിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു കർത്തവ്യം നിറവേറ്റാനും സാധിക്കും. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ചിന്തകളും കൂടി നമ്മൾ ആരംഭിക്കും എന്നൊരു പ്രതിജ്ഞ കൂടി നമുക്കെടുക്കാം. കോവിഡ് മൂലം ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക് സഹായം എത്തിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അവർക്ക് മാനസികമായി പിന്തുണ നൽകുന്നതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളും നല്ല രീതിയിലുള്ള ചിന്തകളും എല്ലാം ആരംഭിക്കാനുള്ളൊരു അവസരം നമ്മുടെ തൊട്ടുമുന്നിലുണ്ട്. ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. Let's move forward for the incredible dance performance of our blooming buds of St. Anne's family. Vande Mataram, Vande Mataram, Vande Mataram, Vande Mataram. സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമലാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. നമസ്കാരം. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ് ഇന്ത്യ. 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമായത്. ഈ ദിനം ത്രിവർണ്ണ പതാക ഉയർത്തിയും ദേശീയഗാനം ആലപിച്ചും സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുത്തും വളരെ ഉത്സാഹത്തോടു കൂടിയാണ് രാജ്യം ആഘോഷിക്കുന്നത്. എന്നാൽ ഈ വർഷവും കഴിഞ്ഞ വർഷത്തേതുപോലെ കോവിഡ് എന്ന മഹാമാരിയുടെ ഭയപ്പാട് കാരണം ആഘോഷങ്ങളെല്ലാം പരിമിതമാണ്. ഔദ്യോഗിക ആഘോഷങ്ങൾ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് നടക്കുന്നത്. അവിടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും രാജ്യത്തിന് അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യദിനം ആഹ്ലാദത്തിന്റെ ദിനം മാത്രമല്ല, സ്വാതന്ത്ര്യം നേടിത്തന്നവരെ സ്മരിക്കലും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കലും കൂടിയാണ്. നൂറ്റാണ്ടുകൾ നീണ്ട വൈദേശിക അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിനായി നിസ്വാർത്ഥമായി പോരാടുകയും രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർക്കുകയും ചെയ്തവരാണ് നമ്മുടെ ധീരരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ. ശത്രു രാജ്യങ്ങളിൽ നിന്നും നമ്മെയും രാജ്യത്തെയും കാത്തുരക്ഷിക്കുന്ന നമ്മുടെ അഭിമാനിതരായ പട്ടാളക്കാരെ ഈ ദിനം നാം ഓർക്കണം. രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ച എല്ലാ മഹാത്മാക്കളുടെയും ധീര സൈനികരുടെയും ത്യാഗത്തിന് മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം. Our freedom fighters have also taught us some lifelong lessons.
if our freedom fighters have dreamed of an independent India. That is the reason why they were able to achieve it. Never stop dreaming, because if you stop dreaming, you stop living. So, today on the occasion of Independence Day, let's make a promise to ourselves that we will always protect our country by maintaining brotherhood, helping everyone, and educating ourselves. Freedom in mind, faith in words, pride in our heart, memories in soul. Let's salute the nation on Independence Day. हमारे राष्ट्रपिता गांधी जी ने कहा, भविष्य इस बात पर निर्भर करता है कि हम वर्तमान में क्या करते हैं। इसलिए हमें एक बेहतर कल के लिए अपने आज का उपयोग करना होगा। प्रिय दोस्तों, एकता में ताकत है, इसलिए हमें एकजुट होना होगा। हम राजनीतिक रूप से शक्तिशाली, आर्थिक रूप से मजबूत और सैन्य रूप से उन्नत हैं। हम कल के लिए राष्ट्र का भविष्य है, हमें एकजुट होना होगा। हम आज यह वचन देना होगा कि हम अपनी जमीन को कभी नुकसान नहीं होने देगा। हम अपने देश को दुनिया में सम्मानित बनाने के लिए हर संभव प्रयास करना होगा। आइए एकजुट हो कड़ी मेहनत करें। ഇന്ന് ആഗസ്റ്റ് 15 ഭാരതാംബയ്ക്ക് ഒരു വയസ്സ് കൂടി ഭാരതത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ പൊൻവെളിച്ചത്തിലേക്ക് പദമൂന്നിയ ഭാരതാംബയുടെ 75ാമത് സ്വാതന്ത്ര്യ ദിനം. ലോകം മുഴുവനും സ്വാതന്ത്ര്യത്തിന്റെ രുചി തിരിച്ചറിഞ്ഞ ദിവസം. സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു നമുക്ക് നേടിത്തന്ന മഹത് വ്യക്തികളെ ആദരിക്കുന്ന ദിവസം. ഈ സ്വതന്ത്ര ഭാരതത്തെ മുറിവേൽപ്പിക്കുന്ന ചില ദൃശ്യവിസ്മയങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. സ്ത്രീയെ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക്? കണ്ടില്ലേ വികസിത രാജ്യത്തിന്റെ കളങ്കം ചാർത്തുന്ന ദൃശ്യം. വിദ്യാഭ്യാസവും ആരോഗ്യവും വിശ്രമവും ഭക്ഷണവും വിനോദവും കുടുംബവും അവകാശങ്ങളും നിഷ്കരണം നിഷേധിക്കപ്പെട്ട ബാല്യം. ലോകത്തിന്റെ യഥാർത്ഥ സമാധാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുട്ടികളിൽ നിന്ന് ആരംഭിക്കുക. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഏറ്റവും നല്ലതിനെ വികസിപ്പിക്കുന്ന വിദ്യാഭ്യാസം ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകാം. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന ഗാന്ധിജിയുടെ മഹത്വചനം എത്ര സത്യമാണ്. ഇതാണോ ഇന്ത്യയുടെ ആത്മാവ് ഉറങ്ങുന്ന കാർഷിക മേഖല? താൻ കഴിക്കുന്ന ഭക്ഷണം എവിടെ നിന്നത് പോലും തിരിച്ചറിയേണ്ട ആവശ്യമില്ലാത്ത മനുഷ്യർ വസിക്കുന്ന സ്വതന്ത്ര ഭാരതത്തിൽ കാർഷിക ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്ന ഈ മണ്ണിൽ കാർഷിക മേഖലയ്ക്ക് അർഹിക്കുന്ന അംഗീകാരം ഇനി എന്ത് ലഭിക്കും? ഈ മണ്ണിന്റെ മക്കൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഇനിയും സ്വതന്ത്ര ഭൂമിയിൽ സമരരഥങ്ങൾ തെളിയിക്കണമോ? മകൾക്ക് വേണ്ടി മാത്രം ജീവിച്ച മാതാപിതാക്കൾ ഒത്തിരി പ്രതീക്ഷകളോടെ മകളെ പഠിപ്പിച്ചു, വളർത്തി. പൊന്നും പണവും നൽകി മറ്റൊരുവന്റെ കൈകളിൽ ഏറെ വിശ്വാസത്തോടെ അവളെ ഏൽപ്പിച്ചു കൊടുത്തു. സ്വന്തം മാതാപിതാക്കൾ അവൾക്ക് സമ്മാനിച്ച ആഭരണങ്ങൾ കൊതി തീരും വരെ അണിയാൻ പോലും അവളെ അനുവദിച്ചില്ല. വേദനകൾ ഉള്ളിലൊതുക്കി വിങ്ങുന്ന ഹൃദയത്തോടെ അവൾ ഓരോന്നായി അവർക്ക് നൽകി. പീഡനങ്ങളും കുറ്റപ്പെടുത്തലുകളും ജോലിഭാരവും അവളെ തളർത്തി. ജീവിതയാത്രയിൽ അവൾ ഒറ്റപ്പെടാൻ തുടങ്ങി. അവളുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ മങ്ങാൻ തുടങ്ങി.
ശാരീരികമായും മാനസികമായും അവൾ തളർന്നു. എല്ലാ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി സ്വയം രക്ഷപ്പെടാൻ അവൾ ശ്രമിച്ചു. ഗത്യന്തരമില്ലാതായപ്പോൾ അവൾക്കും അത് ചെയ്യേണ്ടി വന്നു. സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവല്ല, തുല്യ അന്തസ്സും സ്ഥാനവും അർഹിക്കുന്നവളാണ്. അവകാശമല്ല, സുരക്ഷയാണ് അവൾക്ക് നൽകേണ്ടത്. അവളുടെ വ്യക്തിത്വത്തെ ആദരിക്കുവാനും അംഗീകരിക്കുവാനും നാം മടിക്കുന്നതെന്തിന്? ഭയമില്ലാതെ അവൾക്കിവിടെ ജീവിക്കാനാകുമോ? പ്രിയമുള്ളവരെ, നിങ്ങളാണ് രാജ്യത്തെ നയിക്കേണ്ടവർ. മാതൃരാജ്യത്ത് നടപാടുന്ന ഇത്തരം പ്രവണതകൾ അത്ര അഭിമാനകരമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. മതേതരത്വം വിളങ്ങുന്ന അഴിമതിരഹിതമായ വിദ്യാസമ്പന്നമായ മറ്റൊരു നാളേക്കായി നമുക്ക് അണിചേരാം. ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും. എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം. നിർമ്മല സ്നേഹത്താൽ നേടാനാവാത്തൊന്നുമില്ല. നല്ല മനസ്സ്, നല്ല വാക്ക്, നല്ല പ്രവൃത്തി, അതായിരിക്കട്ടെ യഥാർത്ഥ സ്വാതന്ത്ര്യം. से सजा भारत अनोखा राग है। सौरागिनियों से सजा भारत अनोखा राग है। ये प्यार का संगीत है, ये शादी का गीत है, ये एकता का राग है। भारत अनोखा राग है। सौरागिनियों से सजा भारत अनोखा राग है, अनोखा राग है। भारत के इस एक तारे पे गूंज है जो जो रागिनी, सब मिल गई एक धुन बनी। इस धुन में ये राग सबका राग है, भारत अनोखा राग Now, with all respect, I cordially invite our lovely principal, Reverend Sheila Fernandez, to deliver us the Independence Day message. A very good morning, my dear parents, teachers, and students. As India celebrates its 75th Independence Day, I'll attune my voice to the prayer of Rabindranath Tagore for India. Into that haven of freedom, my father, leads my country away.
Yes, every citizen of India wishes its motherland to be totally free. My dear students, we are living in an era where every event and memories are buried in celebrations. It is true, even in the case of Independence Day too, that we forget our forefathers who really struggled for freedom and those who are safeguarding us even today. 74 years ago, in 1947, India rose to its real spirit and life just because of our forefathers who brought us freedom through the struggles that they had taken. And now it is our turn to build a free India for the future generation. But do we? We who are sitting at the lap of Mother India forgets to hear her cry for another Gandhi, Bhagat Singh, Subhash Chandra Bose or Chacha Nehru to be born to free this free India. Are we really free, my dear students? We might agree that we are free from the British rule, but are we free from the clutches that threaten us even today? Can you and me become another freedom fighter, at least to free a single person who is struggling in life? Let us start becoming a true freedom fighter from our own families and let the vibrations of true freedom spread to the societies and to the whole nation. Remember that an Indian is called by birth to be free and to free another. Let our spirit rise along with the Indian flag today, and let us all love, my dear children, to be true Indians. Wishing you all a very happy Independence Day. Jai Hind, Jai Bharat. Even if I have to face death 1,000 times for the sake of my motherland, I shall not be sorry. O Lord, grant me 100 births in India, but grant me this too, that each time I may give up my life in the service of the motherland. वतन वतन मेरे आबाद रहे तो, ए वतन वतन मेरे आबाद रहे तो, मैं जहाँ रहूँ जहाँ में याद रहे तो, मैं जहाँ रहूँ जहाँ में याद रहे तो, ए वतन मेरे वतन, ए वतन मेरे वतन। तू ही मेरी मंजिल है पहचान तुझे से, तू ही मेरी मंजिल है पहचान तुझे से, पहुँचूं मैं जहाँ भी मेरी बुनियाद रहे तो, पहुँचूं मैं जहाँ भी मेरी बुनियाद रहे तो, ए वतन मेरे वतन, ए वतन मेरे वतन। तुझ पे कोई गम की आज आने नहीं दो, तुझ पे कोई गम की आज आने नहीं दो, कुर्बान मेरी जान तुझ पे शाद रहे तो, कुर्बान मेरी जान तुझ पे शाद रहे तो, ए वतन वतन मेरे आबाद रहे तो, मैं जहाँ रहूँ जहाँ में याद रहे तो, ए वतन मेरे वतन, ए वतन मेरे वतन। A few minutes silence is observed
to honor the memory of all the Indian martyrs, the soldiers and the people who worked during this pandemic situation. सुनो गौर से दुनिया वालों, बुरी नजर ना हम पे डालो। सुनो गौर से दुनिया वालों, बुरी नजर ना हम पे डालो। चाहे जितना जोर लगा लो, सबसे आगे होंगे हिंदुस्तानी। सुनो गौर से दुनिया वालों, बुरी नजर ना हम पे डालो। चाहे जितना जोर लगा लो, सबसे आगे होंगे हिंदुस्तानी। हमने कहा है, हमने कहा है जो तुम भी कहो। आओ हम मिलजुल के बोले अब तो यारा, अपना जहां है सबसे प्यारा। आओ हम मिलजुल के बोले अब तो यारा, अपना जहां है सबसे प्यारा। हमने कहा है जो तुम भी कहो। चलते शरारे हैं, पानी के धारे हैं, हम काटे कटते नहीं। जो वादा करते हैं करके निभाते हैं, हम पीछे हटते नहीं। वक्त है, उम्र है, जोश है और जान है, ना झुके ना मिटे देश तो अपनी शान है। वक्त है, उम्र है, जोश है और जान है, ना झुके ना मिटे देश तो अपनी शान है। हमने कहा है जो तुम भी कहो। सुनो गौर से दुनिया वालों, बुरी नजर ना हम पे डालो। चाहे जितना जोर लगा लो, सबसे आगे होंगे हिंदुस्तानी। हिंदुस्तानी, हिंदुस्तानी, जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा, उच्चल जलधि तरंगा। तव शुभ नामे जागे, तव शुभ आशीष मागे, गाहे तब जय गादा। जनगण मंगलदायक जय हे भारत भाग्य विधाता। जय हे, जय हे, जय हे।
अपने दिलों में हम सिंदूरी गालों वाला सूरज जो करे ठिठोली, क्या नाम है अपना जहां में खड़े हैं कहाँ पे हम।